Welcome back to another class of Fundamentals of Income Tax. Today we have to discuss about Provident Fund. First, നമുക്ക് Provident Fund എന്താണെന്ന് നോക്കാം. To promote savings and make a provision for old age of an employee, the government has set up various kinds of Provident Fund. Generally, both employer and employee make contribution to Provident Fund. എംപ്ലോയീസിൻ്റെ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് ഓൾഡ് ഏജിൽ ഒരു ഹെൽപ്പിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് പല ടൈപ്പിലുള്ള പ്രോവിഡൻറ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എംപ്ലോയറും എംപ്ലോയിയും ആ പി എഫിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് പ്രോവിഡൻറ്റ് ഫണ്ട്. ദെയർ ആർ 4 types ഓഫ് പ്രോവിഡൻറ്റ് ഫണ്ട്. ഫസ്റ്റ്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്. സെക്കൻഡ്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. തേർഡ്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. ലാസ്റ്റ്, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. അപ്പം മെയിനായിട്ട് 4 ടൈപ്പ് പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ നമുക്ക് പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ ഫസ്റ്റ് ടൈപ്പ് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ടാണ്. This is the Provident Fund to which Provident Fund Act 1925 applies. This is generally maintained for government and semi-government employees. Employees' contribution and interest on contributions are not taxable in statutory provident fund. Any amount received from this provident fund is fully exempted from tax. അപ്പോൾ ഈ പ്രോവിഡൻറ്റ് ഫണ്ട് മെയിനായിട്ട് പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് അനുസരിച്ചിട്ട് വന്നതാണ്. പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് എന്നാണ് 1925 പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് അപ്ലൈ ചെയ്യുന്ന പ്രോവിഡൻറ്റ് ഫണ്ടാണ് ഇത്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്. ഇത് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് എംപ്ലോയീസിനാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് എംപ്ലോയീസാണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ കോൺട്രിബ്യൂഷൻ ആർ നോട്ട് ടാക്സബിൾ ഇൻ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ടിൽ എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റ് ഓൺ കോൺട്രിബ്യൂഷനും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ടാക്സബിൾ അല്ല. എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദിസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഇതിൽ എന്തെങ്കിലും എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ടാക്സിൽ നിന്ന് ഫുള്ളായിട്ട് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. It is the provident fund recognized by Commissioner of Income Tax. Contribution to this provident fund is partially exempted from tax. Employers' contribution in excess of 12% of salary is taxable in this fund, and interest credited in excess of 9.5% is also taxable. ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്ത പ്രോവിഡൻറ്റ് ഫണ്ടാണിത്. ഇതിൽ എന്താണ്, കോൺട്രിബ്യൂഷൻ ടു ദിസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് പാർഷ്യലി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ടാക്സിൽ നിന്ന് പാർഷ്യലി അത് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ഈസ് ടാക്സബിൾ ഇൻ ദിസ് ഫണ്ട്. എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലേ, എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ 12% എക്സസ് ഓഫ് സാലറി, ആ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ എക്സസ് ഓഫ് 9.5 ഈസ് ഓൾസോ ടാക്സബിൾ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തതിലും അതിൻ്റെ എക്സസ് 9.5 എന്താണ്, ടാക്സബിൾ ആണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് നോട്ട് ടാക്സബിൾ ആസ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ദി സാലറി. എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷന് ടാക്സ് കൊടുക്കേണ്ട, അത് ടാക്സബിൾ അല്ല, അത് ഓൾറെഡി സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനി എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദിസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് പ്രൊവൈഡഡ് ദി എംപ്ലോയി ഹാസ് എ മിനിമം 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ്. എംപ്ലോയി മിനിമം 5 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദിസ് പ്രോവിഡൻറ്റ് ഫണ്ട് യൂഷ്വലി മെയിൻറ്റെയിൻഡ് ബൈ ഫാക്ടറീസ് ആൻഡ് ബിസിനസ് കൺസേൺ. റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫാക്ടറീസും അതുപോലെ തന്നെ ബിസിനസ് കൺസേൺസുമാണ്. നെക്സ്റ്റ്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. This provident fund is neither statutory nor recognized by the Commissioner of Income Tax. ഈ പ്രോവിഡൻറ്റ് ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി അല്ല, അതുപോലെ തന്നെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്തതുമല്ല. ദിസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്. ഈ ടൈപ്പ്
പ്രോവിഡൻറ്റ് ഫണ്ട്, അതായത് അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആണ്. കോൺട്രിബ്യൂഷൻ ടു ദിസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് ഫുള്ളി ടാക്സിബിൾ. ഈ പ്രോവിഡൻറ്റ് ഫണ്ടിലുള്ള എല്ലാ കോൺട്രിബ്യൂഷനും ഫുള്ളി ടാക്സിബിൾ ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദി പ്രോവിഡൻറ്റ് ഫണ്ട് ആർ ടാക്സിബിൾ അറ്റ് ദി ടൈം ഓഫ് റെസിപ്റ്റ് ഓഫ് ലംസം എമൗണ്ട് അല്ലേ, ലംസമായിട്ട് എമൗണ്ട് കിട്ടുമ്പോൾ അതിൽ എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും എല്ലാം എന്താണ്, ഓൾറെഡി ടാക്സിബിൾ ആണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് നോട്ട് ടാക്സിബിൾ ആസ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ദി സാലറി. എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ ടാക്സിബിൾ അല്ല, അത് ഓൾറെഡി സാലറിയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് ഓൾസോ ടാക്സിബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, ഈ പ്രോവിഡൻറ്റ് ഫണ്ടിലെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ്റെ ഇൻട്രസ്റ്റ് അത് ടാക്സിബിൾ ആണ്. അത് കൊടുക്കാനുള്ളത് അത് ഏത് ഹെഡിലാണ് കാണിക്കാനുള്ളത്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് കാണിക്കാനുള്ളത്. Next, Public Provident Fund. The Public Provident Fund scheme was started from 1st April 1968. This is meant for general public and generally managed by SBI or its subsidiaries. The contribution to this Provident Fund is fully exempted. The minimum contribution to Public Provident Fund is rupees 500 and maximum is rupees 1,50,000 per year. The lump sum received from Public Provident Fund is fully exempted from tax. അപ്പോൾ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് സ്കീം സ്റ്റാർട്ട് ചെയ്തത് 1st April 1968 സ്റ്റാർട്ട് ചെയ്തതാണ്. ദിസ് ഈസ് മെയിൻ ഫോർ ജനറൽ പബ്ലിക് ആൻഡ് ജനറലി മാനേജ്ഡ് ബൈ SBI ഓർ ഇറ്റ്സ് സബ്സിഡിയറീസ് അല്ലേ. നമുക്ക് ജനങ്ങൾക്കും എന്ത് ചെയ്യാം, പൊതുജനങ്ങൾക്കും പ്രോവിഡൻറ്റ് ഫണ്ടിൽ അംഗമാകാം. ഇത് മെയിനായിട്ട് മാനേജ് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ സബ്സിഡിയറീസുമാണ്. കോൺട്രിബ്യൂഷൻ ടു ദിസ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് അല്ലേ. നമ്മളിതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഈ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിലോട്ട് മിനിമം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള എമൗണ്ട് 500 ആണ്. മാക്സിമം നമുക്ക് 1,50,000 വരെ നമുക്കതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഇതിൽ മിനിമം 500, മാക്സിമം 1,50,000 വരെ നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം പെർ ഇയർ, ഒരു വർഷം. ലംസം റിസീവ്ഡ് ഫ്രം പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഈ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടിൽ ലാസ്റ്റ് കിട്ടുന്ന ലംസം എമൗണ്ട്, മൊത്തത്തിൽ കിട്ടുന്ന എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് പ്രോവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോവിഡൻറ്റ് ഫണ്ട് എന്താണ്, 4 ടൈപ്പ് ഓഫ് പ്രോവിഡൻറ്റ് ഫണ്ട് ഏതൊക്കെയാണ്: സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, ലാസ്റ്റ് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്.